എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ബയോളജിയിൽ 6 മാർക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് അല്ലേ? അതിൽ നമ്മൾ വ്യക്തമായിട്ട് ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഏതാണത്? കോശം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും അല്ലേ, ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന്റെയും ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എടുക്കുന്നത് അതിൽ വിറ്റമിൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? വിറ്റമിനിൽ നിന്ന് ഒരു പരീക്ഷയിൽ പോലും അത് ഏത് ലെവലാണെങ്കിലും ശരി നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ ആ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടില്ല അല്ലെ PSC. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നമ്മളത് കൊടുത്തേ തീരൂ. എല്ലാ ടോപ്പിക് ഏത് എക്സാം നടന്നാലും നമുക്ക് ജീവകങ്ങളിൽ അല്ലെങ്കിൽ വൈറ്റമിനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഒരു ക്ലാസ് ആണ്. ഇനി എങ്ങനെ ജീവകങ്ങളിൽ നിന്ന് PSC സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചോട്ടെ, എങ്ങനെ തലതിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളത് ആ ഒരു മാർക്ക് നമ്മൾ ഇന്ന് വാങ്ങിക്കും. അപ്പം ഇന്ന് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ക്ലാസ്സിലിരുന്ന് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിച്ചു മാറ്റുക. ജീവകങ്ങൾ എന്ന ടോപ്പിക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാവുന്ന രീതിയിലേക്ക് മാറ്റി വെക്കുക. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. ഓക്കെ ആണല്ലോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വിറ്റാമിൻസ്, ജീവകങ്ങൾ, അത് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് തന്നെ ബയോളജിയിൽ എടുത്തു പറയുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് വിറ്റമിൻ? ആദ്യം നമ്മൾ എന്താണ് വിറ്റമിൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എപ്പോഴും പറയേണ്ട വിറ്റമിൻ വേണം നമ്മുടെ ശരീരത്ത്, ജീവകങ്ങൾ വേണം, ആ വൈറ്റമിൻ വേണം, ഈ വൈറ്റമിൻ വേണം, A വേണം, B വേണം, Cയും Kയും എല്ലാം വേണം നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്തിനാണ് ഈ സംയുക്തം, എന്താണ് ഈ സംയുക്തങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ ജീവകം, അല്ലെങ്കിൽ എന്താണ് ഈ വിറ്റമിൻ എന്ന് പറയുന്നത്? ചില ജീവസംയുക്തം ഞാൻ ഒന്ന് ക്ലാസ്സിൽ നമ്മൾ എല്ലാം ഇതിൽ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ടില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിരുത്തിയിട്ട് ഒന്ന് മനസ്സിലൊന്ന് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി കേട്ടോ. അതായത് ചില ജൈവ സംയുക്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ എന്തുണ്ട്, ചെറിയ അളവിൽ നമ്മുടെ ഭക്ഷണത്തിലുണ്ട് അല്ലേ? ജൈവ സംയുക്തങ്ങൾ എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ ഉണ്ട്. എന്നാൽ അവയുടെ കുറവ് പ്രത്യേക രോഗങ്ങൾക്ക് എന്ത് ചെയ്യും, കാരണമാകും അല്ലെ? ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആ ജൈവ സംയുക്തങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രത്യേക രോഗങ്ങൾക്ക് നമ്മുടെ ശരീരം കാണിക്കില്ലേ? അങ്ങനെ ഇത്തരം സംയുക്തങ്ങളാണ് എന്തറിയപ്പെടുന്നത്, വിറ്റമിനുകൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചെറിയ തോതിൽ ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അപ്പൊ ആ ജീവകം നമ്മുടെ ശരീരത്തിൽ എത്തില്ല അല്ലെ? അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും, പല രോഗങ്ങൾക്കത് കാരണമാകുന്നു. അതാണ് ജീവകങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ എല്ലാ വിറ്റമിനും എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരങ്ങൾക്ക് നിർമ്മിക്കാനാകില്ല അല്ലെ? ചില വിറ്റമിനുകളൊക്കെ നമ്മുടെ ശരീരം തന്നെ നിർമ്മിച്ചു തരും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില വൈറ്റമിൻസ് നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കും. എന്നാൽ മിക്കവാറും എല്ലാ വിറ്റാമിനുകളെയും അതുപോലെ എന്താണ്, സസ്യങ്ങൾക്ക് നിർമ്മിക്കാനാകും. എല്ലാ വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിന് എന്താ പറ്റുള്ളൂ, നമ്മുടെ ശരീരത്തിന് കുറച്ച് വിറ്റമിൻസ് നിർമ്മിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ സസ്യങ്ങൾക്ക് അങ്ങനെയല്ല, എല്ലാ വിറ്റാമിനുകളും എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാനായിട്ട് പറ്റും. അതിനാൽ അവയെ എന്ത് പറയുന്നു, നമ്മൾ ഭക്ഷ്യഘടകങ്ങളായിട്ട് നമ്മൾ പരമാവധി ഉപയോഗിക്കേണ്ടത് ഏതാണ്, ഭക്ഷണ സാധനത്തിൽ കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടത് സസ്യങ്ങൾക്കാണ്. ഓക്കെ, സസ്യങ്ങൾക്കാണ്. ഇത് മനസ്സിലായോ? ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആയോ? ഇനി നമ്മുടെ കുടലില് ബാക്ടീരിയ ഉണ്ട് അല്ലേ? നമ്മുടെ മനുഷ്യന്റെ കുടലില് ബാക്ടീരിയകൾക്ക് നമുക്ക് ആവശ്യമുള്ള ചില വിറ്റാമിനുകൾ ഉൽപ്പാദിക്കാൻ കഴിയും. നമ്മുടെ കുടലില് എന്തുണ്ട്, ബാക്ടീരിയ ഉണ്ട് കേട്ടോ. നമ്മുടെ കുടലില് ബാക്ടീരിയ ഉണ്ട്. ഈ കുടലിലെ ബാക്ടീരിയയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതുകൊണ്ട് എല്ലാ വിറ്റാമിനുകളും സാധാരണയായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ലഭ്യമാണ്. ഇപ്പൊ പഠിച്ചല്ലോ, നമ്മുടെ ശരീരത്തിന് കുറച്ച് വൈറ്റമിനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് നിർമ്മിക്കാനായിട്ട് കഴിയുള്ളൂ. അതിലൊന്നാണ് ഏത് പറയുന്നത്, നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ അല്ലെ? നമ്മുടെ കുടലിലെ ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വൈറ്റമിനൊക്കെ നിർമ്മിക്കാനായിട്ട് കഴിയും. പക്ഷെ സസ്യങ്ങൾക്ക് അങ്ങനെയല്ല, എല്ലാവിധ വൈറ്റമിനുകളും നിർമ്മിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ ഘടകങ്ങളിൽ ഏത് ഉൾപ്പെടുത്തണം, സസ്യങ്ങൾക്ക് അല്ലെ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എന്നും പറയുന്നത്
ഇലവർഗ്ഗങ്ങൾ കഴിക്കുക, പച്ചക്കറി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക എന്ന് പറയുന്നത് തന്നെ എന്തിനാണ്? മാർക്കറ്റിൽ ചെലവാകാൻ വേണ്ടിയിട്ടാണോ? മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ തോതിൽ നമ്മൾ പറഞ്ഞു ചെറിയ തോതിലൊക്കെ എന്തുണ്ട്, ഭക്ഷണം എന്താണ്, വൈറ്റമിൻസ് ഉണ്ട് പറഞ്ഞില്ലേ. അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് അനുകൂലമായിട്ടുള്ള വളർച്ചയും അതുപോലെ ആരോഗ്യം ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം എന്താണ് ചെറിയ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം എന്നൊക്കെ പറയുന്നത്. ഇനി വിറ്റമിനുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ADEK ഉണ്ട്, BC ട്ടോ. ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചാൽ മതി. ABCD ട്ടോ, ABCD, പിന്നെ EK, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ രണ്ട് സെക്ഷൻസ് വേർതിരിച്ച് പഠിക്കുക. വിറ്റമിൻ എന്ന് പറയുമ്പോൾ ഞാൻ വിറ്റമിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അതിന് വിറ്റമിൻ ഏതൊക്കെയാണ്? ADEK, ബിയും സിയും. ഏതൊക്കെയാണ്? ADEK, BC. ഇതിൽ വരുന്ന 2-3 വൈറ്റമിൻ എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മൾ +1 +2 കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ, നമുക്ക് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം കേട്ടോ. ADEK എന്താണ്? കൊഴുപ്പിൽ ഈ വൈറ്റമിൻസ് എയും ഡിയും ഇയും കെയും ഏതിൽ മാത്രമേ ലയിക്കുള്ളൂ? കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ്? കേടാണ് അല്ലേ? നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് കൂടാൻ പാടോ? ഇല്ല, അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. നിങ്ങൾ ഇത് ADEK എന്ന് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ കൊഴുപ്പ് കേടാ എന്ന് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. കേടാ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ADEK. ഇനി ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ആണ് ബിയും സിയും. അപ്പൊ ഏതൊക്കെ വൈറ്റമിന്റെ പേര് മനസ്സിലാക്കി? എയും ഡിയും ഇയും. ഒരു 2 വർഷം മുമ്പ് കേട്ടോ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെന്ന് അറിയാം ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ വിറ്റാമിനുകളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അക്ഷരം ജിയോ വേറെ ഏതോ എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാല തന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം വൈറ്റമിൻസ് ഏതൊക്കെയാണ്. അപ്പൊ ഇംഗ്ലീഷ് ആകുമ്പോൾ എയും ഡി അതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയല്ല, അതിനിടയിൽ വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ വരുന്ന സമയത്ത് അത് വൈറ്റമിൻ അല്ല എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയണം. ADEK അല്ലെ, അടക്ക് അല്ലെങ്കിൽ കേട എന്നൊക്കെ പഠിക്കും. പിന്നെ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവ. ഇത് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി വിറ്റമിൻ എന്ന പദം, ഓക്കെ, ആരാണ്? സോറി, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാസിമർ ഫങ്ക് ആണ് വിറ്റാമിൻ എന്ന പദം ഉപയോഗിച്ചത്. ആരാണ്? വിറ്റാമിൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ആരാണ്? കാസിമർ ഫങ്ക്. ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. ആരാണ് വിറ്റാമിൻ എന്ന പദം കൊണ്ടുവന്നത്? കാസിമർ ഫങ്ക് ആണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് വൈറ്റമിൻ, സസ്യാഹാരങ്ങൾ നന്നായി കഴിക്കണം. നമ്മുടെ കുടലിലെ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ എന്താണ് നിർമ്മിക്കുന്നുണ്ട്, വൈറ്റമിൻ നിർമ്മിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ പക്ഷേ ഈ അധിക അളവിൽ വൈറ്റമിൻ ആയാലും നമ്മുടെ ശരീരത്തിന് അത് ദോഷമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരത്തിന് പച്ചക്കറികൾ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ പച്ചക്കറികൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻസ് കൂടിയാലും എന്താണ്? ആപത്താണ്. അതുകൊണ്ട് വിറ്റാമിൻ ഗുളികകൾ ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, അയ്യോ എൻ്റെ ശരീരത്തിൽ ഇന്ന വൈറ്റമിൻ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും വൈറ്റമിൻ ടാബ്ലറ്റുകളൊന്നും കഴിക്കാൻ പാടില്ല. അതൊരിക്കലും ഡോക്ടറിന്റെ അനുമതി ഇല്ലാതെ നമ്മൾ അതൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ മാത്രം മതി. അധികമായാൽ അമൃതം ദോഷമാണ് അല്ലേ. അതുകൊണ്ട് ഒരുപാട് വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ പോയാൽ അത് വേറെ രോഗങ്ങൾക്ക് വരെ കാരണമാകും. ഇനി ഇപ്പൊ ഇവിടെ പഠിച്ചു അല്ലേ, കാസിമർ ഫങ്ക് ആണ് വൈറ്റമിൻ എന്ന വൈറ്റമിൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ. വൈറ്റമിൻ എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഇനി ഇവിടെ ഈ 2 വ്യക്തികളെ ഒന്ന് നോക്കണം കേട്ടോ. ക്രിസ്റ്റർ ഐക്മാനും ആരാണ്? ക്രിസ്റ്റ്യൻ എന്നാണ് കേട്ടോ. ക്രിസ്റ്റ്യൻ ഐക്മാനും അതുപോലെ ഫ്രെഡറിക് ഗൗലാൻഡും. ആരാണ്? ഫ്രെഡറിക് ഗൗലാൻഡ് ഹോപ്കിൻസും. മനസ്സിലായല്ലോ. ഇവർ രണ്ട് പേരുകൾ എന്താണ്, അഥവാ PSC നമുക്കിപ്പോൾ 10th ബേസിലാണെങ്കിലും കുറച്ച് ഹൈ റേഞ്ചിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്രിസ്റ്റ്യൻ ഐക്മാൻ എന്ത് ചെയ്തു? ആന്റി ന്യൂറിറ്റിക് വൈറ്റമിൻ കണ്ടുപിടിച്ചതിനും 1929 വർഷത്തിൽ കേട്ടോ, 1929 കാലഘട്ടത്തില് വൈദ്യശാസ്ത്രത്തില് എങ്ങനെയാണ് 1929 കാലഘട്ടത്തില് വൈദ്യശാസ്ത്രത്തില് ക്രിസ്റ്റ്യൻ ഐക്മാന് ആന്റി ന്യൂറിറ്റിക് വൈറ്റമിൻ കണ്ടുപിടിച്ചതിനും പിന്നെയോ സർ ഫ്രെഡറിക് ഗൗലാൻഡ് ഹോപ്കിൻ എന്നിവർക്ക് എന്ത് ചെയ്തു? വളർച്ച ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനുകളുടെ കണ്ടുപിടുത്തത്തിനും എന്ത് ലഭിച്ചു?
നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനമാണ് കേട്ടോ. നോബൽ സമ്മാനം 1929 ക്രിസ്റ്റ്യൻ ഐക്മാന് ആന്റി ന്യൂറിറ്റിക് വൈറ്റമിൻ കണ്ടുപിടിച്ചതിനും ഫ്രെഡറിക് ഗൗലാൻഡ് ഹോപ്കിൻസിന് വളർച്ച ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും എന്ത് ചെയ്തു? വിറ്റാമിനും. ഇത് ഒരു കൂട്ടം പേരാണ് കേട്ടോ, അത് രണ്ടു പേരല്ല കേട്ടോ. ഫ്രെഡറിക് ഗൗലാൻഡ്, ഇവിടെ കോമയില്ല, ഫ്രെഡറിക് ഗൗലാൻഡ് ഹോപ്കിനും ക്രിസ്റ്റ്യൻ ഐക്മാനും രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്തു? നോബൽ സമ്മാനം പങ്കിട്ടു 1929. ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്ര മേഖലയിലാണ്. ഇനി നമ്മൾ കാസിമർ ഫംഗ് പഠിച്ചു അല്ലെ. വിറ്റമിൻ എന്ന പദം കൊണ്ടുവന്നത് കാസിമർ ഫംഗ് ആണ് അല്ലെ. വൈറ്റമിൻ എന്ന പേര് കാസിമർ ഫംഗ് എന്ന അദ്ദേഹം ആരാണ്? പോളണ്ടുകാരനാണ് കേട്ടോ. കാസിമർ ഫംഗ് ആരാണ്? പോളണ്ടുകാരനാണ്. ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിറ്റമിനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി കണ്ടെത്തിയതിനാൽ കാസിമർ ഫംഗിനെ ഫാദർ ഓഫ് വിറ്റമിൻ തെറാപ്പി എന്നറിയപ്പെടുന്നു. അപ്പോ ഫാദർ ഓഫ് വിറ്റമിൻ തെറാപ്പി എന്നറിയപ്പെടുന്നത് ആരാണ്? കാസിമർ ഫംഗ് ആണ്. വിറ്റാമിനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി കണ്ടെത്തിയതിൽ കാസിമർ ഫംഗിനെ ഫാദർ ഓഫ് വിറ്റമിൻ തെറാപ്പി എന്ന് അറിയപ്പെടുന്നു. ഫാദർ ഓഫ് വിറ്റമിൻ തെറാപ്പി ആരാണ്? കാസിമർ ഫംഗ് ആണ്. 1929 നോബൽ സമ്മാനം പങ്കിട്ടെടുത്തവർ ആരൊക്കെയാണ്? ക്രിസ്റ്റ്യൻ ഐക്മാനും ഫ്രെഡറിക് ഗൗലാൻഡ് ഹോപ്കിൻസും ചേർന്നിട്ടാണ്. ക്രിസ്റ്റ്യൻ ഐക്മാന് ആന്റി ന്യൂറിറ്റിക് വൈറ്റമിൻ കണ്ടുപിടിച്ചതിനും ഫ്രെഡറിക് ഗൗലാൻഡ് ഹോപ്കിന് വളർച്ച ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ കണ്ടുപിടിച്ചതിനും എന്ത് ചെയ്തു? നോബൽ സമ്മാനം കിട്ടി. എയും ഡിയും ഇയും കെയും കൊഴുപ്പ് കേടാണ്, അത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. നമ്മുടെ ശരീരങ്ങൾ കുറച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസ് നിർമ്മിക്കാറുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ കുടലിലെ ബാക്ടീരിയകള്. കുടലിലെ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബാക്ടീരിയകളൊക്കെ നിർമ്മിക്കും. പക്ഷേ എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിനുകളും ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് പരമാവധി വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരുപാട് വൈറ്റമിൻ നമ്മുടെ ശരീരത്തിന് പോകുന്നത് നമുക്ക് ദോഷകരമാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്. ഇത് ഓക്കെയാണോ? പഠന ക്ലാസ് എടുക്കുന്ന രീതി മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തണോ? ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് രോഗങ്ങളും രോഗകാരികളും ബയോളജി തീർത്ത് തരാം കേട്ടോ. ബയോളജി നമുക്ക് ഇതേപോലെ ആയിരിക്കും. ഞാൻ ഒരൊറ്റ പോയിന്റ് പിടില്ല, ഡിഗ്രി ലെവലിൽ നമ്മൾ എക്സാം എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ടോപ്പിക്കിൽ ചെയ്തു തരും. അപ്പോൾ ഇത് ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും എനിക്ക് ഫുള്ള് ഇതിൽ ടൈപ്പ് ചെയ്യാൻ സമയമില്ല. എക്സാം ആയി നമുക്ക് പഠിക്കാനിരിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് പക്ഷെ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ഇതിൽ ഞാൻ എഴുതി ഇവിടെ പഠിപ്പിച്ചു തരും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ്, പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമ്മുടെ ക്ലാസ്സിൻ്റെ എനർജി, എൻ്റെ എനർജി എല്ലാം. അതിനനുസരിച്ച് വ്യക്തമായ നോട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഈ സ്ലൈഡ് ഓക്കെ ആയല്ലോ? ഈ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഓക്കെ ആണോ? ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക കേട്ടോ. ഇനി എന്താണ് നമുക്ക് അഡക്കിലേക്ക് ADEK നമ്മൾ എന്താ പറഞ്ഞത്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ് അല്ലെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ ആണ് ഏത്? എയും ഡിയും ഇയും കെയും. കേടാന്ന് പഠിച്ചാൽ മതി, കൊഴുപ്പ് കേടാണെന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഇവ എന്താണ്? കൊഴുപ്പിൽ അല്ലെങ്കിൽ എണ്ണകളിൽ അല്ലെ. കൊഴുപ്പ്, എണ്ണ പറയുന്നതും കൊഴുപ്പൊന്നില്ലേ? കൊഴുപ്പ് അതുപോലെ എണ്ണകളിലൊക്കെ ലയിക്കുക, എന്നാൽ ജലത്തിൽ ലയിക്കാതിരിക്കുകയും ചെയ്യുന്ന വൈറ്റമിൻ ആണ് എയും ഡിയും ഇയും കെയും. ഓക്കെ ആണല്ലോ? ഇവ എന്താ ചെയ്യുന്നത്? ഈ ജീവകങ്ങളായിട്ടുള്ള ഈ എയും ഡിയും ഇയും കെയും എന്താണ്? കരളിൽ അല്ലെങ്കിൽ അഡിപ്പോസ് കലകളിലാണ് ശേഖരിക്കുന്നത്. ഓക്കെ, ജീവകങ്ങളായ എയും ഡിയും ഇയും കെയും എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് ഇവ എവിടെയാണ് ഈ കൊഴുപ്പ് എവിടെയാണ്? നമ്മുടെ കൊഴുപ്പൊക്കെ പോയി ചെന്ന് ചേരുന്നത് എവിടെയാണ്? നമ്മൾ ഒരുപാട് കൊഴുപ്പ് കഴിക്കാൻ പാടില്ല അല്ലെ. എണ്ണയിലിട്ട ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പറയാറുണ്ട്. അതൊക്കെ എവിടെ ചെന്നിട്ടാ പോകാൻ? നമ്മുടെ ലിവറിലല്ലേ, നമ്മുടെ കരളിൽ പോയിട്ടാണ് അടിഞ്ഞു കൂടുന്നത്. കരളിൽ എവിടെയാണ് ഈ കൊഴുപ്പൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടുന്നത്? കരളിൽ പറഞ്ഞാൽ അങ്ങനെയല്ല അല്ലെ. കരളിലും പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ. കരളില് അഡിപ്പോസ് കലകളിലാണ്. എവിടെയാണ്? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. കരളില് എവിടെയാണ്? അഡിപ്പോസ് കേട്ടോ. അഡിപ്പോസ് കലകളില് അഡിപ്പോസ് കലകളിലാണ് എന്ത് ചെയ്യുന്നത്? കരളിൽ അല്ലെങ്കിൽ എവിടെയാണ്? അഡിപ്പോസ് കലകളിലാണ് എന്ത് ചെയ്യുന്നത്?
ഈ ജീവകങ്ങളായ എയും ഡിയും കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. അപ്പൊ ഈ കൊഴുപ്പൊക്കെ പോയിട്ട് ചെന്ന് ചേർന്നത് എവിടെയാണ്? നമ്മുടെ കരളില് അല്ലെങ്കിൽ അഡിപ്പോസ് കലകളിലാണ്. അപ്പൊ എയും ഡിയും ഇയും കെയും ഒക്കെ ഈ കരളിലും അഡിപ്പോസ് കലകളിലും എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലയിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയിട്ട് ലയിക്കോ? ഇല്ല. മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ ജലത്തിന്റെ അംശം ഉണ്ടാകും അല്ലേ? അപ്പൊ അവിടെ ഈ കൊഴുപ്പ് ലയിക്കോ? ഇല്ല. കാരണം ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ഇവയാണ്. അതുകൊണ്ട് കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏത് ആഹാരം കഴിച്ചാലും ആ കൊഴുപ്പുകളെല്ലാം നമ്മുടെ ലിവറിൽ പോയിട്ട് അടങ്ങും. ആ ലിവർ എന്താണ്? അപ്പൊ എയും ഡിയും ഇ കെ എന്ന വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ എവിടെ എത്തും? നമ്മുടെ ഈ കരളിന്റെ ആ ഭാഗങ്ങളിലാണ് എത്തുന്നത് അല്ലേ? ആ കൊഴുപ്പുള്ള ഭാഗത്തിൽ പോയിട്ടാണ് അവിടെ ലയിക്കുന്നത്. കരളിൽ അല്ലെങ്കിൽ ഏത് കലകളിലാണ്? അഡിപ്പോസ് കലകളിലാണ്. അഡിപ്പോസ് കലകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ എയും ഡിയും ഒക്കെ ലയിക്കുന്നത്. ഈ ഭാഗം ഓക്കെ ആയോ? ഈ ഭാഗം ഇത് ഇത്രയും എഡിയിക്കനെ കുറിച്ച് പറയാം. ഇനി നമുക്ക് ഇവയെ കുറിച്ച് നോക്കാം. ഇവയെല്ലാം ഏതിലാണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ. ഓക്കെ. ബി സി അത് നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് എപ്പോഴും അറിയും അല്ലേ? എയും ഡിയും ഇയും കെ കൊഴുപ്പാണ്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്നതാണ്. അതിന്റെ കൂടെ ഇത് ഹയർ സ്റ്റഡീസിലുള്ള വിഭാഗമാണ്. ഏതൊക്കെയാണ്? ബി സി എക്സ്ട്രാ നമ്മൾ പഠിക്കണം. പി എന്ന വൈറ്റമിനും കാർബറ്റീൻ എന്ന വൈറ്റമിനും ടോറിൻ എന്ന വൈറ്റമിനും ജലത്തിൽ ലയിക്കുന്നവയാണ്. ബി സി പി കാർബറ്റീൻ ടോറിൻ എന്നിവ ഏതിൽ ലയിക്കുന്നതാണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. എന്താണ് ഈ പി വൈറ്റമിൻ എന്ന് പറയുന്നത്? നമ്മൾ ഇതുവരെ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. അല്ലാത്തൊരു ബിയും സിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഈ പി വൈറ്റമിൻ എന്നത് ഒരു ഫ്ലവനോയിഡുകളാണ്. എന്താണ്? ഒരു ഫ്ലവനോയിഡുകളാണ്. പഠിച്ചു അക്ഷരം കൂടി എഴുതാൻ അറിയാത്ത ലെവലായി. ഫ്ലവനോയിഡുകൾ. ഓക്കെ. ഫ്ലവനോയിഡുകളാണ് എന്ത്? തമാശ പറഞ്ഞിട്ട് അറിയുന്നുണ്ട്. പി എന്താണ്? പി എന്ന വൈറ്റമിൻ എന്താണ്? ഒരു ഫ്ലവൻ. അപ്പൊ ചോദിച്ചാലോ ക്വസ്റ്റ്യൻ PSC നാളെ നമ്മൾ ഒരു LEക്ക് എക്സാമിന് പോകുമ്പോൾ PSC ചോദിക്കുകയാണ്, ഫ്ലവനോയിഡുകൾ എന്നറിയപ്പെടുന്ന ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബിയും സിയും. ഒന്നില്ലെങ്കിൽ ബിയും സിയും കറക്കി കുത്താം എന്ന് വിചാരിക്കില്ലേ? നമുക്ക് ബിക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കും. അല്ല, ഫ്ലവനോയിഡുകൾ എന്നറിയപ്പെടുന്ന ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പി ആണ്. അപ്പൊ ഈ പി എന്ന വൈറ്റമിൻ സസ്യങ്ങളിലും എന്താണ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സസ്യങ്ങളിലും പല ആവശ്യങ്ങൾക്കായിട്ട് സസ്യങ്ങളിലും ഏത് ഉപയോഗിക്കാറുണ്ട്? ഈ പി എന്ന വൈറ്റമിൻ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പീനെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. പി എന്ന വൈറ്റമിൻ ഒരു ഫ്ലവനോയിഡുകളാണ്. ഇവ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇവ സസ്യങ്ങളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന്റെ ആരോഗ്യത്തിനും എന്ത് ആവശ്യമാണ്? ഈ പി എന്ന വൈറ്റമിൻ ആവശ്യമാണ്. മനസ്സിലായല്ലോ? ഏതിലായിരിക്കും അടങ്ങിയിരിക്കുക? തേയില മുതൽ എങ്ങനെയാണ്? തേയില മുതൽ ചുവന്ന കുരുമുളകില്ലേ? കുരുമുളക് ചുവന്നിട്ട് കണ്ടില്ലേ? ആ ചുവന്ന കുരുമുളക് വരെ ഉള്ളതിലൊക്കെ ഏത് അടങ്ങിയിട്ടുണ്ട്? ഈ പി എന്ന ഫ്ലവനോയിഡ് എന്നറിയപ്പെടുന്ന ജലത്തിൽ ലയിക്കുന്ന എന്നറിയപ്പെടുന്ന വിറ്റമിനിൽ. ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ പീനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോ പി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഫ്ലവനോയിഡുകളാണ്. ഇവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. നമ്മുടെ സസ്യങ്ങളിലും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. തേയില മുതൽ ചുവന്ന കുരുമുളക് വരെയുള്ളതിലും ഈ പി എന്ന വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോ പിന്നെ ഏതാ പറഞ്ഞത്? നമ്മളെ കാർബറ്റീനും ടോറിനും. ഈ ബിയിൽ തന്നെ പല ഘടകങ്ങളുണ്ട് അല്ലേ? A1 A2 A3 മറ്റും നമ്മൾ പഠിക്കാറുണ്ടോ? ഇല്ല. D1 D2 പഠിക്കാറുണ്ടോ? ഇല്ല. E1 E2 പഠിക്കാറുണ്ടോ? ഇല്ല. K1 K2 പഠിക്കാറുണ്ടോ? ഇല്ല. C1 C2 പഠിക്കാറുണ്ടോ? ഇല്ല. ബിയിലും മാത്രമാണ് അതിൽ ഉപഘടകങ്ങൾ ഉള്ളത് അല്ലേ? ഏതൊക്കെയാണ്? B1 ഉണ്ട്, B2 ഉണ്ട്, B3, B4 ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ എക്സാം ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാം. B5, B6, B7, B9 അല്ലേ? B12 അങ്ങനെ ഇതിന്റെ ബിക്കും ഒരുപാട് ഉപഘടകങ്ങളുണ്ട് അല്ലേ? അതൊക്കെ എന്താണ്? ഏതാണ്? വൈറ്റമിൻ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ടോട്ടൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 13 വൈറ്റമിൻസ്. ഇത് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നതാണ്. കാർബറ്റീനും ടോറിനും പി ഒക്കെ കേട്ടോ. 13 വൈറ്റമിൻ ഉണ്ട്. ആകെ എത്ര വൈറ്റമിൻ ആണ്? മൊത്തം 13 വൈറ്റമിൻ ഉണ്ട്. അതിൽ 8 എണ്ണം ഏതിലാണ്? ജീവകം ബി കോംപ്ലക്സിലാണ്. ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്താണ് എന്നുള്ളത്
അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടി. ഇനി ഇതിന്റെ ഇഷ്ടംപോലെ ഇതിൽ എയും ഡിയും ഒക്കെ നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. പിന്നെ ഇത് എന്താണ് ജലത്തിൽ ലയിക്കുന്നത്, എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നത്, അത് മനസ്സിലായല്ലോ. ഇനി ഈ ഭാഗം ഒക്കെ ആയോ? ഈ ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇനി എന്താണ് ജീവകം എ? ഞാൻ വ്യക്തമായിട്ട് ഇവിടെ സ്റ്റെപ്പായിട്ട് ഓരോ പോയിന്റ് വെച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിട്ട് ഇരുന്നാൽ മതി കേട്ടോ. നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് എ അല്ലെ. കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെ പറഞ്ഞു? എയും ഡിയും ഇയും കെയും. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എ വൈറ്റമിൻ ആണ് കേട്ടോ. എ കണ്ടുപിടിച്ച ശേഷമാണ് ഡി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് എന്നും ഇ കൊഴുപ്പിൽ ലയിക്കുന്നതാണ് എന്നും കെ കൊഴുപ്പിൽ ലയിക്കുന്നതാണ് എന്നും കണ്ടുപിടിച്ചപ്പോൾ ആദ്യമായിട്ട് കണ്ടെത്തിയ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം അല്ലെ. ആദ്യമായി എങ്ങനെയാണ് ആദ്യമായി കണ്ടെത്തിയത് അല്ലെ. ആദ്യമായി കണ്ടെത്തിയ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? ജീവകം എ ആണ്. 1913 ഇപ്പോ 1913 എൽമർ മക്കുല്ലം. ആരാണ്? എൽമർ മക്കുല്ലം. അവരുടെ സഹജീവനക്കാരിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, മാർഗരറ്റ് ഡേവിസും ഒത്തിട്ടാണ് എന്ത് ചെയ്തത്? 1913 എൽമർ മക്കുല്ലം എന്ന ശാസ്ത്രജ്ഞൻ അവരുടെ കൂടെ സഹപ്രവർത്തകയായ മാർഗരറ്റ് ഡേവിസും ഒത്തിട്ടാണ് ഏത് വൈറ്റമിൻ കണ്ടുപിടിക്കുന്നത്? ജീവകം എ എന്ന വൈറ്റമിൻ കണ്ടെത്തുന്നത്. പഠിച്ചല്ലോ. ആദ്യമായി കണ്ടെത്തിയ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ചത് എ ആണ്. 1913 കാലഘട്ടത്തിലാണ് എൽമർ മക്കുല്ലവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മാർഗരറ്റ് ഡേവിസും ഒത്തിട്ടാണ് വൈറ്റമിൻ എ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ പഠിച്ചോ? ഇത് 2 പോയിന്റ് പഠിച്ചല്ലോ. 3 നമുക്ക് ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് സസ്യ സ്രോതസ്സുകളിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അല്ലെ. സസ്യ സ്രോതസ്സിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ആ സസ്യ സ്രോതസ്സിനെ നമ്മൾ എന്തു പറയുന്നു? കരോറ്റിനോയിഡുകൾ എന്ന് പറയുന്നു. കരോറ്റിനോയിഡുകൾ. ഓക്കെ, കരോറ്റിനോയിഡുകൾ. വൈറ്റമിൻ എയുടെ സസ്യ സ്രോതസ്സിനെ നമ്മൾ പറയുന്നത് കരോറ്റിനോയിഡുകൾ എന്ന് പറയുന്നു. ഈ കരോറ്റിനോയിഡുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചെടികളിലെ ഹരിതകണങ്ങളിലും മറ്റു പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ജീവജാലങ്ങളിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. കരോറ്റിനോയിഡുകൾ ഹരിതകണങ്ങളിലും സസ്യസ്രോതസ്സിൽ നിന്നാണല്ലോ നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നത്. അതിന്റെ ഭാഗമാണല്ലോ കരോറ്റിനോയിഡ്. അപ്പൊ സസ്യസ്രോതസ് പറയുമ്പോൾ എന്താണ്? സസ്യങ്ങൾ എന്താണ്? ഹരിതമാണ് അല്ലെ, ഹരിതകണങ്ങളാണ്. അപ്പൊ ഹരിതകണങ്ങളിലും അതുപോലെ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ഏതിൽ നിന്നാണ്? ജീവജാലങ്ങളിൽ നിന്നും നമുക്ക് എന്താണ്? വൈറ്റമിൻ എ ലഭിക്കാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ മൊത്തം ചേർത്ത് പറയുന്നതാണ് ഏത്? കരോറ്റിനോയിഡുകൾ എന്ന് പറയുന്നത്. ഇനി കരോറ്റിനോയിഡുകൾ എന്താണെന്ന് പഠിച്ചോ? കരോറ്റിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ഹരിതകണങ്ങളും പ്രകാശ സംശ്ലേഷണത്തിലായ ജീവജാലങ്ങളുമാണ് കരോറ്റിനോയിഡുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇനി പ്രോവൈറ്റമിൻ എ എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റാ കരോട്ടിൻ. ഏതാണ്? ബീറ്റാ കരോട്ടിൻ ആണ് പ്രോവൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ഭക്ഷണവസ്തു. ഈ മത്സ്യങ്ങള്, അതുപോലെ മൃഗങ്ങള്, മനുഷ്യര് ഒക്കെ ചെടികളെ ഭക്ഷണമാക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിന് ജീവക എ ആയിട്ട് മാറിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ മത്സ്യങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ആരെ ആഹാരമാക്കാറുണ്ട്? സസ്യങ്ങളെ ആഹാരമാക്കാറുണ്ട് അല്ലെ. അപ്പോ ഈ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ കരോട്ടിനാണ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അത് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വൈറ്റമിൻ എയെ പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടാൻ കാരണം? എന്തുകൊണ്ടാണ്? സസ്യങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളും ഒക്കെ ആഹാരമാക്കുന്ന ഒരു സംഭവമാണ് ഇത്, ഈ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ സസ്യങ്ങളിൽ എന്തടങ്ങിയിട്ടുണ്ട്? കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്.
ഈ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് കരോട്ടിൻ എന്ന് പറയുന്നത്. ഈ കരോട്ടിൻ എന്താകുകയാണ്, ജീവകം എ ആയിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിലൊക്കെ ശേഖരിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ വൈറ്റമിൻ എക്ക് പ്രോ വൈറ്റമിൻ എ എന്ന പേര് വരാനുള്ള കാരണം. ഇത് പഠിച്ചോ? ഇതൊക്കെ അത്രയും കാര്യങ്ങള് വൈറ്റമിൻ എ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. എൽമർ മക്കുല്ല മറക്കരുത് കേട്ടോ, വൈറ്റമിൻ എ കണ്ടുപിടിച്ചത്. ഇനി എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ ധർമ്മങ്ങൾ നമുക്ക് നോക്കാം. അത് ഓരോരോ പോയിന്റ് വെച്ച് നോക്കാം. എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ ധർമ്മങ്ങൾ? നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് അല്ലെ, കണ്ണിന്റെ ആരോഗ്യത്തിന്. പിന്നെ എന്തിനാണ്? കോശ നിർമ്മിതിക്ക്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ നിർമ്മിതിക്കാണ്. ഇനി കോശ വളർച്ചയ്ക്ക് മറ്റു വേറൊരു വൈറ്റമിൻ ഉണ്ട്. അപ്പൊ കോശ നിർമ്മിതിക്ക് ഒക്കെ, കോശ നിർമ്മിക്കാൻ തന്നെ ഇത് വേണം, വൈറ്റമിൻ എ വേണം, കോശ നിർമ്മിതിക്ക് വേണം. പിന്നെയോ നമ്മളുടെ ദന്തം അല്ലെ, പല്ല് അല്ലെ, ദന്തങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്കും ഏത് വേണം? സ്വാഭാവികമായ വളർച്ചയ്ക്കും വൈറ്റമിൻ എ വേണം. ഇനി പുരുഷന്മാരില് പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്കും എന്ത് ചെയ്യണം? പുരുഷന്മാരിലെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്കും വൈറ്റമിൻ എ ആവശ്യമാണ്. അടുത്തത് നമ്മുടെ നാഡീകോശമുണ്ട് അല്ലെ, നാഡീകോശത്തിലെ മൈലിൻ ആവരണം നമ്മൾ ബയോളജിയിൽ പഠിക്കാറില്ലേ? നാഡീകോശത്തിലെ മൈലിൻ ആവരണം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാഡീകോശത്തില് മൈലിൻ ആവരണം നിലനിർത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? വൈറ്റമിൻ എ വേണം. അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ അണുബാധ ഉണ്ടാകാറുണ്ട് അല്ലേ? ഈ അണുബാധ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും പ്രതിരോധിക്കും ഏത്? ഈ വൈറ്റമിൻ എ. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്ത് അണുബാധ ഏൽക്കുന്ന സമയത്ത് അണുബാധയെ പ്രതിരോധിക്കാൻ ഏത് വേണം? വൈറ്റമിൻ എ എന്ന് വേണം. അണുബാധ പ്രതിരോധ വൈറ്റമിൻ എന്ന് ഏതിനെ അറിയപ്പെടുന്നുണ്ട്? ഈ വൈറ്റമിൻ എ അറിയപ്പെടുന്നുണ്ട്. നാളെ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ അണുബാധ പ്രതിരോധ വൈറ്റമിൻ, അണുബാധ പ്രതിരോധ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? വൈറ്റമിൻ എ എഴുതണം കേട്ടോ. പ്രോ വൈറ്റമിൻ എ ആണ്. അണുബാധ പ്രതിരോധ വൈറ്റമിൻ ഏതാണ്? എ ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? അതുപോലെ നമ്മുടെ ഈ എന്താണ് വൈറ്റമിൻ എ ശരീരത്തിൽ നമ്മുടെ കുറയുന്ന സമയത്തുണ്ടല്ലോ, ഈ കുട്ടികളിലൊക്കെ വയറിളക്കം, അതുപോലെ ഈ ശ്വാസകോശത്തിലൊക്കെ അണുബാധ വരാറുണ്ട്. അങ്ങനെ പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കുട്ടികളിൽ വൈറ്റമിൻ എ കുറഞ്ഞാൽ അവർക്ക് വയറിളക്കം വരാം. പിന്നെ അവരുടെ ശ്വാസകോശത്തിലൊക്കെ എന്ത് ചെയ്യും? അണുബാധകൾ വരാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജീവകം എയുടെ ധർമ്മങ്ങളിൽ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് അല്ലേ? ഏത് ഡോസാണ് കൊടുക്കുക? ഏതാണ്? പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം ഒരു കുത്തിവയ്പ്പ് നടത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ഏതാണ്? ഈ വൈറ്റമിൻ എ ആണ് അല്ലേ? പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം ശിശുക്കൾക്ക് കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി എന്തൊക്കെയാണ്, ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ എ ലഭിക്കുന്നത്? വൈറ്റമിൻ എ ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് അല്ലെ? സ്രോതസ്സുകൾ ഏതൊക്കെയാണ് പഠിക്കുക അല്ലെ? ആട്, അതുപോലെ പശു, പിന്നെ സ്രാവ് ഇല്ലേ, മുതലായ മൃഗങ്ങളുടെ കരള് ജീവകം എയുടെ മികച്ച സ്രോതസ്സാണ്. നമ്മുടെ ആടിന്റെ ലിവർ ഇല്ലേ, ആടിന്റെ ലിവർ, അതുപോലെ സ്രാവിന്റെ ലിവർ, ഇതൊക്കെ എന്തിനാണ്? വൈറ്റമിൻ എ ധാരാളമായിട്ട് ആ ലിവറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ധാരാളമായിട്ട് കഴിക്കുക കേട്ടോ. ലിവറൊക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴിക്കുക. പശുവിന്റെ ലിവറും ഒക്കെ കേട്ടോ. പിന്നെ ജീവകം എ എവിടെയാണ് സംഭരിക്കുന്നത്? കരളിലാണ് അല്ലെ? കരളിൽ സംഭരിക്കപ്പെടുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? എയും ഡിയും ഇയും കെയും കൊഴുപ്പിൽ സംഭരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കരളിലെ അഡിപ്പോസ് കലകളിൽ സംരക്ഷിക്കുന്നു എന്നൊക്കെ പഠിച്ചില്ലേ? അപ്പൊ വൈറ്റമിൻ എ ആണ് കരളിൽ സംഭരിക്കപ്പെടുന്നു. പിന്നെ മുട്ടയുടെ മഞ്ഞ, പാലുൽപ്പന്നങ്ങൾ, മീനെണ്ണ, ഇതിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളിൽ ഇവ കാണപ്പെടുന്നത് ഇലക്കറികളിലും ക്യാരറ്റ്, ചീര, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, പപ്പായ, മാമ്പഴം, ഇതിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വൈറ്റമിൻ എ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാവും അല്ലേ?
ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നമ്മുടെ ശരീരത്ത് അണുബാധ വന്നാലുണ്ടല്ലോ, നമ്മുടെ ശരീരത്ത് അണുബാധ വന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ എ എല്ലാം നഷ്ടപ്പെടും കേട്ടോ. വൈറ്റമിൻ എ ഫുള്ളും എന്താകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ആ സമയത്തൊക്കെ ധാരാളം വൈറ്റമിൻ എ ശരീരത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു അണുബാധ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ എ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് പഠിക്കാം. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഒന്ന് ഏതാണ്, നിശാന്തത. എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ടതാണ് അല്ലേ, നിശാന്തത. എന്താണ് ഈ നിശാന്തത എന്ന് പറയുന്നത്? എന്താണ് നിശാന്തത? എന്താണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത? എന്താണ്? നമ്മൾ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നീങ്ങുമ്പോൾ കണ്ണിന് പൊരുത്തപ്പെടുന്നതിൽ കാലതാമസം നേരിട്ടാല് അത് ജീവകം എയുടെ അഭാവം സൂചിപ്പിക്കുന്നു. ഇപ്പൊ നമ്മളെ ഉച്ചനേരത്തൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കില്ലേ, പഠിച്ചുകൊണ്ടിട്ട് നമ്മളൊരു റൂമിലേക്ക്, ലൈറ്റ് ഇടാത്ത റൂമിൽ, വെളിച്ചമില്ലാത്ത പെട്ടെന്ന് റൂമിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ട് അല്ലേ. പെട്ടെന്ന് നമുക്ക് പോയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ, സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊന്ന് സ്റ്റെക്കാവും, പെട്ടെന്ന് നമ്മുടെ ഒരു കറങ്ങം, ഒരു തലകറക്കം പോലെ, അല്ലെങ്കിൽ കണ്ണൊന്ന് സെറ്റായിട്ട് വരാൻ ഒരു നിശ്ചിത സമയം എടുക്കാറുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്, വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടാണ്. ഒന്ന് നിശാന്തത പഠിച്ചോ. രണ്ട് സിറോഫ്താൽമിയ. എന്താണ് പ്രത്യേകത ചോദിക്കും ട്ടോ, പഠിക്കണം. നിശാന്തത പറഞ്ഞല്ലോ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ കണ്ണിൽ എന്താണ്, ആ ഇരുട്ടുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കാലതാമസമാണ് എന്ത്, നിശാന്തത എന്ന് പറയുന്നത്. അടുത്തത് സിറോഫ്താൽമിയ. എന്താണ് ഈ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്? എന്താണ്, നമ്മുടെ കണ്ണിൽ കൺജങ്ക്റ്റീവ് ഉണ്ട് അല്ലേ, നമ്മുടെ കണ്ണിൽ കൺജങ്ക്റ്റീവ് ഉണ്ട്, അത് വരണ്ടതും അതുപോലെ അതിന്റെ തിളക്കമൊക്കെ നഷ്ടപ്പെടുക, എന്നിട്ട് കണ്ണിന് ചാര നിറമാകുക. ഇതൊക്കെ എന്താണ്, സിറോഫ്താൽമിയയുടെ ലക്ഷണങ്ങളാണ്. പിന്നീട് അതിങ്ങനെ നമ്മളിത് ശ്രദ്ധിക്കാണ്ട് ഈ കണ്ണിന് ചാരനിറം വരികയും അതുപോലെ കണ്ണിലെ കൺജങ്ക്റ്റീവ് ഒക്കെ വരണ്ടതും തിളക്കമൊക്കെ, നമ്മുടെ കണ്ണിന് അതിനൊക്കെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതും വെച്ചുകൊണ്ട് ഡോക്ടറെ ഒന്നും കാണിക്കാതെ നമ്മൾ അത് ഇരുന്നാൽ പിന്നീട് എന്താകും, നമ്മുടെ കണ്ണിലൊക്കെ ധാരാളം അണുബാധ വരും. അതുപോലെ വ്രണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കണ്ണിലൊക്കെ അണുബാധ വന്നിട്ട് വ്രണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പിന്നീട് എന്തിലേക്ക് മാറും, അന്ധതയിലേക്ക് മാറും. പിന്നെ അത് ശ്രദ്ധിക്കണം. പിന്നെ കെരാറ്റോമലേഷ്യ. അടുത്ത നോക്കിക്കേ, കെരാറ്റോമലേഷ്യ. കെരാറ്റോമലേഷ്യ എന്താണ്, നമ്മുടെ കണ്ണില് ഈ കെരാറ്റോമലേഷ്യ പറഞ്ഞാൽ ഈ സിറോഫ്താൽമിയയുടെ അസുഖം മൂർച്ഛിച്ച് ഉണ്ടാകുന്നതാണ് ഏത്, ഈ കെരാറ്റോമലേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഈ സിറോഫ്താൽമിയയുടെ അങ്ങേ അറ്റം, അതായത് അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് ഏത് അസുഖത്തിലേക്ക് മാറുന്നത്, കെരാറ്റോമലേഷ്യ എന്ന അസുഖത്തിലേക്ക് മാറുന്നത്. ആ സമയത്താണ് നമ്മുടെ കണ്ണില് എന്ത് ചെയ്യും, നമ്മുടെ സിറോഫ്താൽമിയ എന്നൊരു അസുഖം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ കണ്ണിലെങ്കിൽ ആ സമയത്ത് നമ്മുടെ കണ്ണിന് എന്തായിരിക്കും, കണ്ണിൽ കൺജങ്ക്റ്റീവ് ഒക്കെ വരണ്ടിട്ട് നമ്മുടെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കണ്ണ് ചാരനിറമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഈ സിറോഫ്താൽമിയ എന്ന അസുഖം ആ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഒരു മിഡിൽ ടൈം വരെയൊക്കെ ആ കണ്ണ് ആ ലെവലായിരിക്കും. ഇനി അതിൽ നിന്ന് മൂർച്ഛിച്ചിട്ട് നമ്മൾ ഡോക്ടറെ ഒന്നും കാണിക്കാതെ നമ്മൾ അത് വെച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണില് അണുബാധ വരാനും പിന്നീട് അതൊരു വ്രണമായിട്ട് മാറുകയും പിന്നീട് അതൊരു അന്ധതയിലേക്കും കൂടി പോകുമ്പോൾ അവിടെ എത്തി ഏത് അസുഖത്തിലേക്ക് മാറി, നമ്മൾ കെരാറ്റോമലേഷ്യ എന്ന അസുഖത്തിലേക്ക് അവിടെ എത്തിപ്പെട്ടു. ഇതാണ് മനസ്സിലായോ, ഈ സിറോഫ്താൽമിയും കെരാറ്റോമലേഷ്യ എന്താണെന്ന് മനസ്സിലായോ. അടുത്തത് ബൈറ്റോട്ട് സ്പോട്ടുകൾ. എന്താണ്, പേടിയാവുന്നില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണിവിടെ, ഞാൻ ലാപ്പിൽ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണിൽ തന്നെ ഇങ്ങനെ തോന്നണം, അയ്യോ എനിക്ക് ഉണ്ടോന്ന് എനിക്ക് തന്നെ തോന്നണം. ബൈറ്റോട്ട് സ്പോട്ടുകൾ. അടുത്ത അസുഖമാണ് കേട്ടോ, കണ്ണിലുണ്ടാകുന്ന ഒരു അസുഖമാണ് ബൈറ്റോട്ട് സ്പോട്ട്. എന്താണ്, ഇതും ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. നമ്മുടെ കണ്ണിലെ ചാരനിറത്തില് എങ്ങനെയാണ്, കുത്തു പോലെ ഉണ്ടാവും. ചാരനിറത്തിൽ എങ്ങനെയാണ്, ഒരു കുത്തു പോലെ കണ്ണിന്റെ ഉള്ളിൽ കാണാൻ കഴിയും. അത് എങ്ങനെയായിരിക്കും, ത്രികോണ ആകൃതിയിൽ നേത്രപടലത്തിൽ കാണപ്പെടുന്നു. ചാരനിറത്തിലായിരിക്കും ആ കുത്തുകള്, അത് നമ്മുടെ ത്രികോണ ആകൃതിയിലായിരിക്കും. എങ്ങനെയാണ്, ത്രികോണ ആകൃതിയിലായിരിക്കും നമ്മുടെ നേത്രപടലത്തിൽ അത് കാണപ്പെടുന്നത്. ഇതാണ് ബൈറ്റോട്ട് സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഫ്രെനോഡെർമ. ഇതാണ് ഫ്രൈനോഡെർമ. ഈശ്വരാ എന്തൊക്കെ അസുഖങ്ങളാണ് അല്ലേ. ഫ്രൈനോഡെർമ അഞ്ചാമത്തെ അസുഖമാണ് കേട്ടോ, ഫ്രൈനോഡെർമ. അതും ജീവകം എയുടെ അഭാവത്തിലാണ്. നമ്മുടെ
കണ്ണിലില്ലേ എപ്പിത്തീലിയൻ കോശങ്ങളുണ്ട്. കണ്ണില് എപ്പിത്തീലിയൻ എന്തൊക്കെ കോശങ്ങളാ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാം അല്ലെ. എപ്പിത്തീലിയൻ കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് ഈ ഫ്രൈനോഡെർമ എന്ന അസുഖം ഉണ്ടാകുന്നത്. ഫ്രൈനോഡെർമ എന്താണ്? എപ്പിത്തീലിയൻ കോശങ്ങൾക്ക് എന്ത് സംഭവിക്കുകയാണ്? നാശം സംഭവിക്കുന്നത് മൂലം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ത്വക്കൊക്കെ പരുക്കനാവുന്നു. ഈ അവസ്ഥയെ ആണ് ഫ്രൈനോഡെർമ എന്ന് വിളിക്കുന്നത്. ഈ ഫ്രൈനോഡെർമയുടെ തന്നെ മറ്റൊരു പേരുണ്ട് കേട്ടോ, ഫോളിക്കുലർ കെരാട്ടോസിസ് എന്നും പറയും കേട്ടോ. ഫ്രൈനോഡെർമയുടെ മറ്റൊരു പേരാണ് ഏതാണ്? ഫോളിക്കുലർ. ചിലപ്പോൾ അതാണ് തന്നതെങ്കിലോ, എന്താണ് അന്ന് പഠിപ്പിച്ചില്ലല്ലോ, ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടില്ലേ. ഫോളിക്കുലർ കെരാട്ടോസിസ്. ഫോളിക്കുലർ കെരാട്ടോസിസിന്റെ മറ്റൊരു പേരാണ് ഏത്? ഫ്രൈനോഡെർമ. ശരിക്കും ഫ്രൈനോഡെർമ നന്നായി പഠിച്ചു വെക്കുക. ഇതിന്റെ മറ്റൊരു പേരാണ് ഫോളിക്കുലർ കെരാട്ടോസിസ് എന്നും കൂടി മനസ്സിലാക്കിയാൽ മതി. 5 അസുഖങ്ങൾ വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പഠിച്ചു. ഒന്ന് നിശാന്തത പഠിച്ചു. എന്താണ് നിശാന്തത നമ്മൾ പഠിച്ചത്? വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ഒരു അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കാലതാമസം. സിറോഫ്താൽമിയ എന്താണ്? നമ്മുടെ കൺജങ്ക്റ്റീവയൊക്കെ വരണ്ട് എന്താ പറയാ, അതിന്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് ചാര നിറത്തിലാകും. അത് മൂർച്ഛിച്ചു എന്താണ്? അത് അതിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യും? വ്രണവും അണുബാധയും ഒക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോകും. അങ്ങനെ എത്തുമ്പോഴാണ് അവിടെ അത് കെരാറ്റോമലേഷ്യ ആയിട്ട് മാറുന്നത്. ഇനി ബൈറ്റോഡ് സ്പോട്ട് ചാര നിറത്തിൽ നമ്മുടെ കണ്ണിന്റെ പ്രതലത്തിൽ കുത്തുപോലെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നുണ്ടാവും. അതാണ് ബൈറ്റോഡ് സ്പോട്ട്. അടുത്തത് അസുഖം പറഞ്ഞു ഫ്രൈനോഡെർമ അല്ലെ. ഫ്രൈനോഡെർമയുടെ മറ്റൊരു പേരെന്താണ്? ഫോളിക്കുലർ കെരാട്ടോസിസ് ആണ്. എപ്പിത്തീലിയൻ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നത് മൂലം ത്വക്കുകൾ പരുക്കനാകുന്ന അവസ്ഥയാണ് ഫ്രൈനോഡെർമ. എപ്പിത്തീലിയൻ കോശങ്ങൾക്ക് ഡെർമ, നമ്മൾ ഡെർമറ്റോളജി എന്ന് പഠിക്കാറില്ല, ത്വക്കുകളെ കുറിച്ചിട്ടുള്ള പഠനം ഡെർമറ്റോളജി നമ്മൾ പഠിക്കാറില്ല. അതിൽ ഡെർമ എന്ന് വെച്ചിട്ട് അതെത്താൻ മതി. ത്വക്ക് പരുക്കനാകുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ എ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, ക്ലാസ് ഇപ്പൊ തന്നെ 37 മിനിറ്റ് ആയി. ഞാൻ ഇത്രയും പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും പോയിട്ട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ക്ലാസ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. ഓക്കെ, അപ്പോൾ ഇപ്പൊ വൈറ്റമിൻ എ പഠിച്ചു. നമ്മൾ ഇന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ മാത്രമേ എടുത്തു തരുന്നുള്ളൂ കേട്ടോ. എയും ഡിയും ഇയും കെയും മാത്രമേ ഉള്ളൂ. ബി സി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ വലിയ ലെങ്തി വീഡിയോ ആവും. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ നമ്മൾ ഇവിടെ ക്ലാസ് പക്കയാക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ജീവകം എ. എല്ലാ പോയിന്റും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തത് അപ്പൊ ജീവകം ഡി പഠിക്കാം കേട്ടോ. അടുത്ത കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനായ ജീവകം ഡിയെ കുറിച്ച് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ ശ്രദ്ധിക്കാട്ടോ, നല്ല രീതിയിൽ ശ്രദ്ധിക്കണേ. നിങ്ങളിത് പഠിക്കുന്ന സമയത്തില്ലേ, ഈ എയും ഡിയും ഇയും കെയും ഒക്കെ എവിടെ സംഭരിക്കും? കൊഴുപ്പിലാണ് ലയിക്കുന്നത് പറഞ്ഞു. ഈ കൊഴുപ്പൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് അല്ലെ. കരളിൽ അല്ലെങ്കിൽ അഡിപ്പോസ് കലകളിലാണ്. അപ്പൊ ഇതൊക്കെ പോയിട്ട് എവിടെയാണ് ശേഖരിക്കപ്പെടുന്നത്? എവിടെയാണ്? കരളിലാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അല്ലാണ്ട് ഓരോരോ വൈറ്റമിൻ എടുത്തിട്ട് കരളിൽ ശേഖരിക്കപ്പെടുന്നു. എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും കരളിൽ ശേഖരിക്കപ്പെടുന്ന അവയവം വേറെ ഏതെങ്കിലും പോയി എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി എന്താണ് ജീവകം ഡി കേട്ടോ? സൂര്യപ്രകാശം അല്ലെ. നമുക്ക് ഇത് ഏതിൽ നിന്നാണ് ജീവകം ഡി ലഭിക്കുക? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതോ അല്ലെ. സൂര്യപ്രകാശം ഒന്നാമത്തെ പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ ത്വക്കിൽ ഇത് എന്ത് ചെയ്യാണ്? നിർമ്മിക്കപ്പെടുകയാണ്. നേരെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ട് ശരീരത്തിനുള്ളിൽ പോയിട്ട് ജീവകം ഡി എത്തിയിട്ട് കൊഴുപ്പി കൊണ്ടുപോയിട്ട് ലയിക്കണോ? അല്ല. UV റേസ് ഉണ്ട് അല്ലെ. ഈ UV റേസ് അൾട്രാ വയലറ്റ് രശ്മിയിലൂടെ നമ്മുടെ ത്വക്കില് എന്ത് ചെയ്യും? ഇവ സംഭരിക്കപ്പെടും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അത് പോകുന്നത് കേട്ടോ. ഇനി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സ്റ്റിറോയിഡ് വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഡി ആണ്. എനിക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റിറോയിഡ് നമ്മൾ കുറെ പ്രോവൈറ്റമിൻ എ പഠിച്ചു അല്ലെ. അണുബാധ പ്രതിരോധ വൈറ്റമിൻ ഇതൊക്കെ പഠിച്ചു. ഇത് നമ്മൾ എല്ലാ ജീവകങ്ങളും പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ വിശേഷണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് മറന്നുപോലെ. നമുക്ക് മനുഷ്യരല്ലേ അല്ലെ, എല്ലാം ഓർമ്മ വെക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പൊ നോക്കിക്കേ, ഞാൻ ഇതിവിടെ എന്താ കണക്ട് ചെയ്യുന്നറിയോ? നമ്മൾ സ്റ്റിറോയിഡ് എന്നല്ലേ പറയുന്നത്. സ്റ്റിറോയിഡ് ഡി സ്റ്റിറോയിഡ് ഡി കണ്ടോ? അങ്ങനെ മനസ്സിലാക്കി വെച്ചോ. അപ്പൊ പിന്നെ എനിക്ക് ഇത് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. സ്റ്റിറോയിഡ് ഡി കണ്ടോ? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പിന്നെയോ ഇത് നിഷ്ക്രിയ രൂപത്തിലാണ് കേട്ടോ. എങ്ങനെയാണ്? ജീവകം ഡി എന്നത് ഒരു നിഷ്ക്രിയ രൂപത്തിലാണ്.
നിഷ്ക്രിയ രൂപമാണ് ഏതിന്? ജീവകം ഡി ആണ്. പിന്നെ നമുക്ക് പൊതുവെ അറിയാം കരളിൽ ഇത് ശേഖരിക്കപ്പെടുന്നു, കരളിൽ ശേഖരിക്കപ്പെടുന്നു അല്ലെങ്കിൽ സംഭരിക്കപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ശാസ്ത്രീയ നാമം എന്താണ് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം? കാൽസിഫെറോൾ. പഠിച്ച് നന്നായിട്ട് ഇരിക്കുന്നവർ ഒപ്പം ഒരു റിവിഷൻ പോലെ വരണം കേട്ടോ. കാൽസിഫെറോൾ അല്ലേ? വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി, ഇത് വൈറ്റമിൻ ഡി. ഇനി D2ന്റെയോ? വൈറ്റമിൻ D2ന്റെ ശാസ്ത്രീയ നാമം എർഗോ കാൽസിഫെറോൾ. ഫസ്റ്റ് ഒരു എർഗോ എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് കാൽസിഫെറോൾ, D2 എർഗോ കാൽസിഫെറോൾ. D3യോ? സോറി ബി അല്ല, ഡി ആണ്. ഏതാണ്? കോൾ. എന്നിട്ട് ഒരു കാൽസിഫെറോൾ കൊടുത്താൽ മതി. ഓക്കെ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം ഇതാണ് എപ്പോഴും ചോദിക്കാറില്ല കേട്ടോ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രനാമം കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ D2ന്റെ ശാസ്ത്രനാമം എർഗോ കാൽസിഫെറോൾ. വൈറ്റമിൻ D3 കോൾ കാൽസിഫെറോൾ. ഇതും പഠിച്ചോ? ഇത് 3 പഠിച്ചല്ലോ. ഡിനെ കുറിച്ചിട്ട് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, UV റേസ് വഴി ത്വക്കിലാണ് സംഭരിക്കപ്പെടുന്നത്, കരളിൽ ശേഖരിക്കുന്നു, ഇതൊരു നിഷ്ക്രിയ രൂപമുള്ളവയാണ്. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രനാമം കാൽസിഫെറോൾ ആണ്. D2 എർഗോ കാൽസിഫെറോൾ ആണ്. D3 കോൾ കാൽസിഫെറോൾ ആണ്. പഠിച്ചോ? പഠിച്ചോ. ഇനി ഇതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? വൈറ്റമിൻ ചെറുകുടലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ചെറുകുടലും വൻകുടലും ഉണ്ട് അല്ലേ? ആ ചെറുകുടലിൽ നിന്ന് എന്തൊക്കെ വലിച്ചെടുക്കും? കാൽസ്യവും ഫോസ്ഫറസും. കാൽസ്യവും ഫോസ്ഫറസും നമ്മുടെ ചെറുകുടലിൽ നിന്നും ഇവ വലിച്ചെടുക്കുന്നു. പിന്നെയോ വൃക്കയിൽ നിന്ന് ഫോസ്ഫേറ്റ് വിസർജനം കൂടാനും സഹായിക്കുന്നു. വൃക്കയിൽ നിന്ന് ഫോസ്ഫേറ്റ് വിസർജനം കൂടാനും സഹായിക്കുന്നു. എല്ലുകളില് ധാതുക്കൾ സംഭരിക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്ത് ഒരുപാട് എല്ലുകൾ ഉണ്ട് അല്ലേ? ആ എല്ലുകളിലൊക്കെ ധാതുക്കളെ സംഭരിച്ചു വെക്കാനും ഈ വൈറ്റമിൻ ഡി സഹായിക്കുന്നു. ഇതൊക്കെ ധർമ്മങ്ങളാണ് കേട്ടോ. ചെറുകടലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫേറ്റും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. നമ്മുടെ എല്ലുകളിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപത്തിന് സഹായിക്കുന്നു. എല്ലുകളില് ധാതുക്കളെ സംഭരിക്കാനും പിന്നെ എല്ലുകളിലോ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപത്തിന്. ഇവിടെ കാൽസ്യവും ഫോസ്ഫറസും എല്ലുകളില് ഇത് പ്രീവിയസ് ആണ്. എല്ലുകളിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപത്തിന്, നമ്മുടെ എല്ലുകളുടെ ബലത്തിന് അത്യാവശ്യമാണല്ലേ കാൽസ്യം. അപ്പൊ ആ നമ്മുടെ എല്ലുകളിലൊക്കെ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപത്തിന് ആര് വേണം? വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. പിന്നെയോ നമ്മുടെ സ്തനാർബുദം, അതുപോലെ മലാശയ അർബുദം, പല്ലില് ത്വക്കിലൊക്കെ ഉണ്ടാകുന്ന അർബുദം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ അർബുദം എന്നിവയുടെ സാധ്യത ഒഴിവാക്കാൻ ജീവകം ഡിക്ക് സാധിക്കും. നമ്മൾ എന്നും കുറച്ചു നേരമെങ്കിലും നമ്മൾ എന്നും ഇപ്പൊ പഠിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്നും പഠിക്കുമ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീച്ച് പഠിക്കാറുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാറുണ്ട്. നമ്മൾ പുറത്തേക്ക് പോലും ഒന്നും ഇറങ്ങാറില്ല. കാരണം എക്സാം ആയി എന്ന് പറഞ്ഞ് നമ്മൾ സമയം പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കുറച്ചു നേരമൊക്കെ പോയിട്ടൊന്ന് സൂര്യപ്രകാശം കൊള്ളാനും വെക്കാനൊക്കെ നിൽക്കണം. അല്ലെങ്കിൽ എന്താണ്? അർബുദത്തിന് കൂടുതൽ കാരണമാകും. അത് മനസ്സിലാക്കുക. പല അർബുദങ്ങളെയും തടഞ്ഞു നിർത്താനുള്ള കഴിവ് ആർക്കുണ്ട്? വൈറ്റമിൻ ഡിക്കുണ്ട്. അത് മനസ്സിലാക്കണം. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നല്ലേ ലഭിക്കുക. അപ്പൊ പച്ചക്കറികളിൽ നിന്ന് എന്ത് ലഭിക്കില്ല? പച്ചക്കറികളിൽ ലഭിക്കില്ല. ഏത് വൈറ്റമിൻ പ്രീവിയസ് ആണ്? പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ജീവകം ഡി ആണ്. സൂര്യപ്രകാശമാണ് ജീവകം ഡിയുടെ മുഖ്യ സ്രോതസ് എന്ന് പറയുന്നത്. മീനെണ്ണയും മുട്ടയുടെ മഞ്ഞ, പാല്, വെണ്ണ, നെയ്യ് എന്നിവയിലൊക്കെ വൈറ്റമിൻ ഡി എന്താണ്? മികച്ച സ്രോതസ്സാണ്. മത്തി, ചെമ്പല്ലി ഇതൊക്കെ ജീവകം ഡിയുടെ പച്ചക്കറികളിൽ ഇല്ല എന്ന് മാത്രം പഠിക്കുക കേട്ടോ. പച്ചക്കറികളിൽ മാത്രമില്ല, സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതൽ ലഭിക്കുന്നത്. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് കേട്ടോ. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ ഏത് കിട്ടും? വൈറ്റമിൻ ഡി കിട്ടും. പക്ഷെ പച്ചക്കറികളിൽ നിന്ന് ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പൊ ജീവകം ഡിയുടെ ധർമ്മങ്ങൾ പഠിച്ചോ? ചെറുകുടലിൽ നിന്നും കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. എല്ലുകളിലെ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപത്തിന് സഹായിക്കുന്നുണ്ട്. എല്ലുകളിൽ ധാതുക്കൾ സംഭരിച്ചു വെക്കാൻ സഹായിക്കുന്നുണ്ട്. പല അർബുദങ്ങളിൽ നിന്നും ജീവകം ഡി നമ്മെ വരാതെ സഹായിക്കും. പച്ചക്കറികളിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത്.
പഠിച്ചോ? ഇതൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങള്? അതായത് കുട്ടികളില് പിള്ളവാതം. എങ്ങനെയാണ്? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കുട്ടികളില് എന്തുണ്ടാക്കും? കുട്ടികളിലാണെങ്കിൽ പിള്ളവാതം, കുട്ടികളിലെ പിള്ളവാതം. പിന്നെ അതുപോലെ ഈ പല്ലുകളിലെ പല്ല് അതിനൊക്കെ ശേഷിക്കുറവ്, വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാറ്. അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ മുതിർന്നവരില് ഓസ്റ്റിയോമലേഷ്യ, മുതിർന്നവരില് ഓസ്റ്റിയോമലേഷ്യ. ഇനി വൃദ്ധരിലോ? വൃദ്ധരില് ഓസ്റ്റിയോപൈറോസിസ്, ഓസ്റ്റിയോപൈറോസിസ് തുടങ്ങിയൊക്കെ കാരണമോ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത നമ്മൾ സൂര്യപ്രകാശമൊന്നും കൊള്ളാതെ വരുമ്പോഴും അതായത് പച്ചക്കറി ഒഴിച്ചിട്ടുള്ള മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വരുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത ഉണ്ടാകും. അങ്ങനെ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് പിള്ളവാതം. പിള്ളവാതം അതായത് പിള്ളവാതത്തിന്റെ മറ്റൊരു പേരെന്താണ് നമ്മൾ പറയാറില്ലേ? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇതൊക്കെ എന്താണ്? ഒരേ ഇതാണ് കേട്ടോ. പിള്ളവാതം അല്ലെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ, വൃദ്ധരിലാണെങ്കിൽ ഓസ്റ്റിയോപൈറോസിസ്. അത് പഠിച്ചല്ലോ. ഇനി എന്താണ് ഈ പിള്ളവാതം, കണ? അതൊക്കെ എന്താണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു തരം രോഗമാണ്. അതായത് എല്ലുകളിൽ ആ കുട്ടികളുടെ എല്ലിലൊക്കെ ഒരു വിരൂപത ഉണ്ടാകുക കേട്ടോ. അതായത് ശരിയായിട്ടുള്ള എല്ലായിരിക്കില്ല, അതിനൊക്കെ ശേഷി കുറഞ്ഞ് വളഞ്ഞിട്ടും ഒക്കെ കാണപ്പെടും കേട്ടോ. അങ്ങനെയാണ് ഈ എല്ലുകളിൽ ഉണ്ടാകുന്ന, എല്ലില് വിരൂപത ഉണ്ടാകുന്നതാണ് ഈ റിക്കറ്റ്സ്, കണ അല്ലെങ്കിൽ പിള്ളവാതം എന്നൊക്കെ പറയുന്നത്. ഈ ഓസ്റ്റിയോമലേഷ്യ പറയുന്നത് എന്താണ്? നമ്മുടെ ഈ മുതിർന്നവരിലുണ്ടല്ലോ എല്ലുകളൊക്കെ മൃദുലമാവും. എങ്ങനെയാണ്? എല്ലുകള് മൃദുലമാവുക കേട്ടോ. എല്ലുകള് മൃദുലമാവുക എന്താണ് ഓസ്റ്റിയോമലേഷ്യയുടെ അർത്ഥം. മുതിർന്നവരിൽ കാണപ്പെടുന്ന പിള്ളവാതത്തിന് സമാനമായ അവസ്ഥയാണ് ഇത് ഈ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. ഇനി ജീവകം എയും നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ജീവകം ഡിയും നന്നായി എടുത്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും അപാകതയോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ചെയ്തു തരുമോ എന്നും കൂടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് കൊഴുപ്പിലേക്കുന്ന അടുത്ത ജീവകമായ ജീവകം ഇയെ കുറിച്ച് നോക്കാം. എന്താണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം? ശാസ്ത്രീയ നാമം ഏതാണ്? ടോക്കോഫിറോൾ. ജീവകം ഇയുടെ ശാസ്ത്രനാമം ടോക്കോഫിറോൾ ആണ്. വന്ധ്യതയെ പ്രതിരോധിക്കാൻ, വന്ധ്യതയെ പ്രതിരോധിക്കാൻ. പിന്നെയോ മനുഷ്യരിലും മൃഗങ്ങളും ഒക്കെ, മനുഷ്യരിൽ മാത്രമല്ല കേട്ടോ, മൃഗങ്ങളിലും ഉണ്ട് സ്വാഭാവിക പ്രത്യുൽപാദനം. സ്വാഭാവിക പ്രത്യുൽപാദനത്തിനും ഏത് ആവശ്യമാണ്? ജീവകം ഇ ആവശ്യമാണ്. പഠിച്ചോ? ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? എയും ഡിയും വൈറ്റമിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴേക്കും ബോറടിച്ചോ? അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മാറ്റം വരുത്തുക. നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്. അപ്പോൾ വലിയ ആൾക്കാരാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലും കുറേ നമ്മൾ പഠിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊക്കെ തലയ്ക്ക് സ്ട്രെസ് വരും. നമുക്ക് ഇതെന്ത് ക്ലാസ്, ബോറിംഗ് ക്ലാസ് ആണ് എന്നൊക്കെ തോന്നില്ലേ? അതൊക്കെ തോന്നും. അതൊക്കെ മനുഷ്യന്റെ സഹജമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പേരിൽ നമുക്ക് തമാശ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂളിംഗ് ആയിട്ട് പറഞ്ഞു തരണം എന്നൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാനും ഇരിക്കുന്നത്. കാരണം നമ്മുടെ എക്സാം അടുത്തില്ലേ, ജൂണായി. ഇന്നിപ്പോൾ ഡേറ്റ് ആയാലും 30 നാളെ 31, മറ്റന്നാൾ ജൂൺ 1-ാം തീയതിയായി. കയ്യിൽ എണ്ണപ്പെടാവുന്ന ദിവസങ്ങൾ അടുത്തു. ടെൻഷൻ, എനിക്ക് ഒരു തമാശ ഒന്നും വരുന്നില്ല. സത്യാവസ്ഥ അതാണ്. പറയാനൊക്കെ അറിയും, കൂളായിട്ടിരിക്കും. നിങ്ങളുടെ ഈ സമയം പോകില്ല, നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നമുക്കൊരു ലൈവ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കാണാം കേട്ടോ. ഭയങ്കര ആഗ്രഹമാണത്. എല്ലാവരെയും നിങ്ങൾ ലൈവായിട്ട് ഒന്ന് കാണാൻ. എൻ്റെ സ്ഥിരമായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്നും. അപ്പോൾ അത് മനസ്സിലാക്കുക. ക്ലാസ് ഇപ്പോൾ സീരിയസ് ആയിട്ട് നമുക്ക് പോകേണ്ട ടൈമാണ്. എന്നാലും മനസ്സിനൊക്കെ കുറച്ചൊക്കെ എൻജോയ് കൊടുക്കുക കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോകാനെങ്കിലും അതൊക്കെ ചെയ്യുക കേട്ടോ. ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ടൊന്നും അങ്ങനെ ഇരിക്കരുത്. കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ ഒരു എൻജോയ് ഒക്കെ കണ്ടെത്തണം. അതൊക്കെ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ഈ പഠിച്ചതൊക്കെ ഓർമ്മയിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് രൂപത്തിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മൾ ലൈവ് ഒന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് താഴെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയാനെങ്കിൽ ഒക്കെ ഒന്ന് താഴെ വന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ അതിന് മറുപടി കമന്റ് രൂപത്തിൽ തന്നെ തരാം. അപ്പോൾ എന്താ പറയേണ്ടത്, ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഇപ്പൊ തന്നെ സമയം ഒരു മണിക്കൂറിന്റെ അടുത്ത് എത്താൻ 3/4 മണിക്കൂർ കഴിഞ്ഞു. അടുത്തത് വേഗം നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കണ്ടേ. ഓക്കെ, ശാസ്ത്രീയ നാമം വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറാൾ ആണ്. വന്ധ്യതയെ പ്രതിരോധിക്കാൻ വൈറ്റമിൻ ഇ വേണം. നമ്മുടെ സ്വാഭാവിക മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ പ്രത്യുൽപാദനത്തിന് ആര് വേണം? ജീവകം ഇ ആവശ്യമാണ്. എന്തൊക്കെയാണ് ജീവകം ഇയുടെ ധർമ്മങ്ങൾ? നമ്മുടെ ശരീരത്തില് ജീവകം ഇ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? ബീറ്റാ കരോട്ടിന്റെയും ജീവകം എയുടെയും ഓക്സീകരണം തടസ്സപ്പെടുത്തുന്നു. ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ബീറ്റാ കരോട്ടിൻ ഓർമ്മയുണ്ടോ? നമ്മൾ വിറ്റമിൻ പറഞ്ഞത് ബീറ്റാ കരോട്ടിൻ ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ബീറ്റാ കരോട്ടിന്റെയും വൈറ്റമിൻ എയുടെയും ഓക്സീകരണം തടസ്സപ്പെടുത്തുന്നു. ഓക്സീകരണം എന്ത് ചെയ്യാണ്? തടസ്സപ്പെടുത്തുന്നു. ബീറ്റാ കരോട്ടിന്റെയും വൈറ്റമിൻ എയുടെയും ഓക്സീകരണം തടസ്സപ്പെടുന്നു. അതുകൊണ്ട് ജീവകം ഇ എന്നതറിയപ്പെടുന്ന ഒരു നിരോക്സീകാരിയാണ്. ഓക്സീകരണത്തെ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ ഒരു നിരോക്സീകാരിയാണല്ലോ അത്. ജീവകം ഇ എന്നത് ഒരു നിരോക്സീകാരിയാണ്. ഇവ കോശത്തിന്റെ, ഈ വൈറ്റമിൻ ഇ ഉണ്ടല്ലോ, നമ്മുടെ കോശത്തിന്റെ ദൃഢത നിലനിർത്തുന്നുണ്ട് കേട്ടോ. കോശത്തിന്റെ ദൃഢത നിലനിർത്തുകയും അതുപോലെ RBCയെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചുവന്ന രക്താണുക്കളില്ലേ, അരുണ രക്താണുക്കൾ, RBC, ഇതൊക്കെ ഒന്നാണ് കേട്ടോ. ചുവന്ന രക്താണുക്കളും RBCയും അരുണ രക്താണുക്കളൊക്കെ ഒന്നാണ്. ഇതിന്റെ RBCയുടെ ചുവന്ന രക്താണുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? നാശത്തിൽ നിന്ന് രക്ഷിക്കേണ്ട. ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നശിച്ചു പോവുകയാണെങ്കിൽ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരവിടെ വൈറ്റമിൻ വേണം? വൈറ്റമിൻ ഇ അവിടെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലേറ്റുകൾ ഉണ്ട് അല്ലേ, അത് അവ തമ്മിൽ ഒട്ടിച്ചേരും. ആ ഒട്ടിച്ചേരാതിരിക്കാൻ എന്താണ്? ഒട്ടിച്ചേരൽ കുറയ്ക്കാൻ അവിടെ ഏത് വേണം? വൈറ്റമിൻ ഇ വേണം കേട്ടോ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട് അല്ലെ, ആ ഇരുമ്പിന്റെ ഉപാപചയത്തിനും നാഡീകോശങ്ങളുടെ നിലനിൽപ്പിനും പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനങ്ങൾക്കും വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ ധർമ്മങ്ങളിൽ നമ്മൾ പഠിച്ചത്? ഇനി ഒന്നും കൂടി നമുക്ക് വരാം. ഇത് കൂടെ നോക്കണം. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. പിന്നെ നമ്മുടെ പ്രായത്തെ പ്രതിരോധിക്കുന്നു. വൈറ്റമിൻ ഇ പ്രായത്തെ പ്രതിരോധിക്കുന്നു. അതുകൊണ്ട് വൈറ്റമിൻ ഇയെ എന്ത് പറയുന്നു? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെയൊക്കെ തടയും കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞുകൂടുകയാണെങ്കിൽ അതിനെയൊക്കെ തടയാനും, അടിഞ്ഞുകൂടുന്നതിനെ എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നത് ആരാണ്? വൈറ്റമിൻ ഇ ആണ്. എന്തൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ ധർമ്മങ്ങളിൽ പഠിച്ചത്? ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തൊക്കെയാണ്? ബീറ്റാ കരോട്ടിനെയും വൈറ്റമിൻ എയുടെയും ഓക്സീകരണം തടസ്സപ്പെടുത്തുന്നു. വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത് ഒരു നിരോക്സീകാരിയാണ്. നമ്മുടെ കോശത്തിന്റെ ദൃഢത നിലനിർത്തുന്നതിന് RBCയുടെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നു. പ്ലേറ്റ്ലേറ്റുകൾ തമ്മിലുള്ള ഒട്ടിച്ചേരലുകൾ കുറയ്ക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷകനാണ്. പ്രായത്തെ പ്രതിരോധിക്കാൻ വൈറ്റമിൻ ഇ വേണം. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നു. ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? വൈറ്റമിൻ ഇയുടെ ധർമ്മമാണ്. ഇനി നമുക്ക് സ്രോതസ്സുകളെ, വൈറ്റമിൻ ഇ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുക? വൈറ്റമിൻ ഇ എവിടെ നിന്നൊക്കെ ലഭിക്കും? സസ്യ എണ്ണകളില്, ഭക്ഷ്യധാന്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഇ വലിയ നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. സസ്യ എണ്ണകളിൽ കേട്ടോ, സസ്യ എണ്ണകളില്. പിന്നെ ഗോതമ്പിന്റെ വിത്തില്ലേ,
ഗോതമ്പിന്റെ വിത്ത്, സൂര്യകാന്തിയുടെ വിത്ത്, ബദാം, മുട്ട, വെണ്ണ എന്നിവയൊക്കെ നല്ല സ്രോതസ്സാണ്. അപ്പൊ ധാരാളമായിട്ട് ഗോതമ്പിന്റെ വിത്തും സൂര്യകാന്തിയുടെ വിത്തും ബദാമും മുട്ടയും ഒക്കെ കഴിക്കാട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പ്രായത്തെ പ്രതിരോധിക്കാൻ. അപ്പൊ നമ്മൾ ചെറുപ്പക്കാരായിട്ടൊന്ന് എപ്പോഴും ഇരിക്കട്ടെ. മാംസവും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ജീവകം ഇയില് ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ജീവകം ഇയുടെ അപര്യാപ്തത രോഗങ്ങൾ, ജീവകം ഇ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകുക? നമ്മുടെ പേശികളൊക്കെ ദുർബലമാകും. പേശികൾ ദുർബലമാകും. അതുപോലെ സംവേദനക്ഷമത കുറയും. സംവേദനക്ഷമത കുറയും. പിന്നെന്ത് സംഭവിക്കും? നമ്മൾ തൂക്കം കുറഞ്ഞ നവജാത ശിശുക്കളിൽ വിളർച്ചയ്ക്ക് കാരണമാകും. കുട്ടികളുണ്ടല്ലോ അവർക്ക് വിളർച്ച വരും. തൂക്കം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ വിളർച്ച വരും. പിന്നെ ഈ കുട്ടികളിൽ തന്നെ അവരുടെ റെറ്റിനയിലല്ലോ, കണ്ണിന്റെ റെറ്റിന, ആ റെറ്റിനയുടെ പ്രവർത്തനം വികലമാകും. റെറ്റിനയുടെ പ്രവർത്തനം വികലമാവുകയും പിന്നീട് അത് എന്തിലേക്ക് മാറും? അന്ധതയിലേക്ക് കാരണമാകുന്നു. മനുഷ്യനില് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമ്മുടെ പേശികളൊക്കെ ദുർബലമാകും. നമ്മുടെ സംവേദനക്ഷമത കുറയും. കുട്ടികളിൽ തൂക്കം കുറഞ്ഞിട്ടുള്ള കുട്ടികളിലൊക്കെ വിളർച്ചയ്ക്ക് കാരണമാകും. കുട്ടികളിൽ അതുപോലെ റെറ്റിനയൊക്കെ വികലമാകുന്നു. പിന്നീട് അത് അന്ധതയിലേക്ക് പോകും. നമ്മുടെ മനുഷ്യരിൽ വന്ധ്യതയ്ക്ക് കാരണമൊക്കെ വൈറ്റമിൻ ഇയുടെ കുട്ടികളില്ലാത്ത അവസ്ഥയുണ്ടല്ലോ, അതാണ് വന്ധ്യത. അപ്പൊ വൈറ്റമിൻ ഇയുടെ കുറവൊക്കെ ഈ എന്തിലേക്ക് പോവുകയാണ്? വന്ധ്യതയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ജീവകം കെ നോക്കാം. കൊഴുപ്പിലേക്കുന്ന എയും ഡിയും ഇയും കെ അവസാനത്തെയാണ് കെ വൈറ്റമിൻ അല്ലേ. എന്താണ് വൈറ്റമിൻ കെ എന്ന് അറിയപ്പെടുന്നത്? എന്താണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം? ക്ലാസ് എടുത്ത് നമ്മൾ ഞാനും അതിലൊപ്പം റിവിഷൻ വരികയല്ലേ. ഒപ്പം ശ്രദ്ധിച്ച് ഞാനും ഒപ്പം റിവിഷൻ വരികയാണ്. ഞാൻ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കല്ല കേട്ടോ. ഞാനിത് ഒപ്പം പഠിച്ചു വരിക. ആ പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങളെയും കൂടെ ഇരുത്തി പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കും മിസ്റ്റേക്ക് പറയുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്ക് വരുന്നത്. ഞാനിത് ഒപ്പം ഇവിടെ നിങ്ങളുടെ ഒപ്പം പഠിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോഴേക്കും നിങ്ങളും പഠിക്കും ഞാനും പഠിക്കും. അപ്പൊ വൈറ്റമിന്റെ ക്ലാസ് നമ്മൾ അവിടെ ഓക്കെ ആയല്ലോ. അങ്ങനെ പഠിച്ചു വരുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുന്നത് കേട്ടോ. എന്താണ് ശാസ്ത്രീയ നാമം? ഫില്ലോക്വിനോൺ ആണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രനാമം. രക്തത്തെ കട്ടപിടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആരാണ്? വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ ആണ്. ഇനി ജീവകം കെയുടെ ധർമ്മങ്ങൾ. ജീവകം കെ അത്രേ പഠിക്കാനുള്ളൂ. ജീവകം കെയില് ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ മനസ്സിലാക്കുക. രക്തം കട്ടപിടിക്കാൻ ജീവകം കെ ആവശ്യമാണ്. എന്തൊക്കെയാണ് ഈ എന്തൊക്കെയാണ് ജീവകം കെയുടെ ധർമ്മങ്ങള്? രക്തം കട്ടപിടിപ്പിക്കുന്ന മാംസ്യങ്ങളുടെ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തില് മാംസ്യങ്ങളുടെ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഈ കടും ഇലകളില്ലേ, ഇലകള് അത് നല്ല കടും പച്ച നിറത്തിലുണ്ടാവും അല്ലെ. ലൈറ്റ് പച്ചയില്ലാതെ കടും പച്ച ഇലക്കറികൾ. ഓക്കെ, കടും പച്ച ഇലക്കറികള് ജീവകം കെയുടെ മികച്ച സ്രോതസ്സാണ് കേട്ടോ. ജീവകം കെ എന്ന് പറയുമ്പോൾ ലൈറ്റ് പച്ചയിലല്ല, നല്ല ഇല കടും പച്ചയായിട്ടുള്ള ഇലകളില് ധാരാളം വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്തെ നല്ല ഷാർപ്പായി നല്ല ഡാർക്കായിട്ട് നല്ല പച്ച കളറിൽ ഉണ്ടെങ്കിലേ ആ ഇലയിലൊക്കെ വൈറ്റമിൻ കെ ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കട്ടെ. കടും പച്ച എന്നല്ലേ നമ്മൾ പറയുന്നത്? കടും പച്ച കെ വൈറ്റമിൻ കെ കടും പച്ച കെ ട്ടോ. കടും പച്ച നിറത്തിലാണ്. പഴവർഗ്ഗങ്ങള്, കിഴങ്ങ് വർഗ്ഗം, വിത്ത്, ക്ഷീര ഉൽപ്പന്നങ്ങൾ, മാംസം ഒക്കെ കെ അടങ്ങിയിട്ടുണ്ട്. കരളിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് ജീവകം കെ ട്ടോ. കരളിന്റെ ഇത് പ്രീവിയസ് ആണ്. കരളിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് ഏത് വേണം? ജീവകം കെ അത്യാവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങള്? നമ്മുടെ വൈറ്റമിൻ കെ കുറഞ്ഞാലുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയ. എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഹീമോഫീലിയ അപര്യാപ്തത രോഗമാണ് കേട്ടോ. ഹീമോഫീലിയ. അതുപോലെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്നത്, ഈ നവജാത ശിശുക്കളുണ്ടല്ലോ, ഈ വൈറ്റമിൻ കെ അഭാവത്തില് രക്തം കട്ടപിടിക്കാൻ വൈകുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കുട്ടികളിലൊക്കെ എന്താണ്
എന്താണ് പ്രാഥമികമായിട്ടുള്ള ന്യൂനത എന്ന് പറയുന്നത് നവജാത ശിശുക്കളിലാണ് ഈ വൈറ്റമിൻ കെയുടെ ലക്ഷണങ്ങൾ കണ്ടുവരിക. അതായത് അവർക്ക് രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും രക്തം പോകുകയാണെങ്കിൽ അത് രക്തം കട്ട പിടിക്കാനൊക്കെ അവിടെ വൈകും. പിന്നീട് എന്താകും, തുടർന്ന് രക്തസ്രാവമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ ഈ കുട്ടികളിൽ ആമാശയനാളമുണ്ട്, നമ്മുടെ ശരീരത്തിൽ ആമാശയനാളമുണ്ട്. ഈ കുട്ടികളിലെ ആമാശയനാളത്തിൽ ഈ ജീവകം കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ബാക്ടീരിയയാണ്? കൊളോണിക് ബാക്ടീരിയകൾ. കൊളോണിക് ബാക്ടീരിയകൾ ഉണ്ടാകാത്തതാണ് ഇതിന് കാരണം. ഓക്കെ, ഈ രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? എന്താ ഈ കുട്ടികളിൽ ഉണ്ടാകാൻ കാരണം? അവരുടെ ആമാശയനാളത്തിൽ ഏത് ബാക്ടീരിയയാണ്? കൊളോണിക് ബാക്ടീരിയകൾ ഉണ്ടാകാത്തതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഈ രക്തസ്രാവം തടയാനായിട്ട് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. രക്തസ്രാവം തടയാനായിട്ട് കുട്ടികൾ എങ്ങനെയാണ് ജനിച്ച ഉടനെ ആ കുഞ്ഞുങ്ങൾക്ക് ഏത് വൈറ്റമിൻ കൊടുക്കും? വൈറ്റമിൻ കൊടുക്കും. ചോദ്യം വരുന്നാലോ എഴുതണം കേട്ടോ, റാങ്ക് ആയിരിക്കും അത്, നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് മുന്നിലേക്ക് എത്തിക്കും. ജനിച്ച ഉടനെ കുട്ടികൾക്ക് വൈറ്റമിൻ കെ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കുട്ടി എണിച്ചോടാനല്ല, കുട്ടി എണിച്ച് ഓടാനല്ല. എന്തിനാണ്? രക്തസ്രാവം തടയാനാണ്. രക്തസ്രാവം തടയാൻ വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? വൈറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു പ്രോത്രോംബിൻ. ഓക്കെ, പ്രോത്രോംബിൻ ആണ് വൈറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. അപ്പൊ എന്തൊക്കെ അപര്യാപ്തത രോഗങ്ങൾ പഠിച്ചു? വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. പ്രാഥമികമായ ന്യൂനത തുടങ്ങുന്നത് നവജാത ശിശുക്കളിലാണ്. വൈറ്റമിൻ കെയുടെ അഭാവത്തിൽ രക്തം കട്ട പിടിക്കാൻ വൈകുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യുന്നു. രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ജനിച്ച ഉടനെ കുട്ടികൾ വൈറ്റമിൻ കെ കുത്തിവെക്കുന്നത്. നവജാത ശിശുക്കളുടെ ആമാശയനാളത്തിൽ വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചാൽ കൊളോണിക് ബാക്ടീരിയകളാണ്. അത് ഉണ്ടാകാത്തതാണ് ഇതിന് കാരണം. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആയ എയും ഡിയും ഇയും ഇകെയും എനിക്കിനി അറിയില്ല. ഇതിൽ കൂടുതലും പഠിക്കണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള സോഴ്സുകൾ വെച്ച് ഞാൻ എല്ലാം തന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് രൂപത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഓക്കെ, എങ്കിലല്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാറ്റം വരുത്താനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുമായി ബിയും സിനെ കുറിച്ചിട്ട് ഇതേപോലെ ഡെപ്ത് ആയിട്ടുള്ള ഒരു നോട്ടുമായിട്ട് ഉടനെ ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. ക്ലാസ് പഠിച്ച് തനിക്ക് പ്രശ്നം എന്തോ ആയോന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കാം. ഒന്നും ആകാതിരിക്കട്ടെ. പഠിക്കട്ടെ, നല്ല രീതിയിൽ പഠിക്കണം. പഠിച്ചു മാറ്റണേ. 6 മാർക്ക് ബയോളജിന് വാങ്ങിക്കണ്ടേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബയോളജി ഞാൻ ഫുള്ള് എടുത്തു തരാം കേട്ടോ. നമുക്ക് ഈ ഒരു നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ബയോളജി ഫുള്ള് തീർക്കാം. ഇന്നിപ്പോൾ എന്താ അല്ലേ, നമുക്കൊരു 10-ാം തീയതി ആകുമ്പോഴേക്കും ബയോളജി അങ്ങോട്ട് തീർത്ത് വെക്കാം കേട്ടോ. 10-ാം തീയതി ആകുമ്പോഴേക്കും ബയോളജി തീർത്ത് തരാം. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് 6 മാർക്ക് കയ്യിലിരിക്കും, ഉറപ്പാണ് കേട്ടോ. 6 മാർക്ക് ഷുവറാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.